ഗാസയിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ പുതിയ ദൌത്യവുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടുത്തയാഴ്ച മിഡിൽ ഈസ്റ്റിലേക്ക് പോകുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് വിരാമമിടുന്നതിന് പകരമായി ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇത്തവണയും ബ്ലിങ്കൻ മുന്നോട്ട് വെക്കുന്നത്. മുൻപും വെടിനിർത്തലിന് പകരം ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറാണ് യുഎസ് അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കരാർ ലംഘിക്കപ്പെടുകയും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ച ശേഷം മിഡിൽ ഈസ്റ്റിലേക്ക് തന്റെ 5ാമത്തെ പ്രതിസന്ധി പരിഹാര യാത്രയാണ് ബ്ലിങ്കൻ നടത്തുന്നത്. മധ്യസ്ഥ കക്ഷികളായ ഖത്തർ, ഈജിപ്ത് എന്നിവിടങ്ങളിലും ഇസ്രായേൽ, വെസ്റ്റ് ബാങ്ക്, സൗദി അറേബ്യ എന്നിവയും ബ്ലിങ്കൻ സന്ദർശിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ ചൊല്ലി സഖ്യത്തിൽ വിള്ളലുണ്ടായ സാഹചര്യത്തിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള കരാർ സ്വീകരിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. പലസ്തീനികൾക്കും മുൻ സൈനിക ജനറലുകൾക്കും ഉൾപ്പെടെയുള്ള ഒരു കേന്ദ്രീകൃത ഗ്രൂപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നൽകുന്നതിനെ എതിർക്കുന്ന മതദേശീയ പാർട്ടികൾ തമ്മിലുള്ള സഖ്യതർക്കത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും തുടരുകയാണ്. മാധ്യമങ്ങൾക്ക് പുറത്തുവിട്ട മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായുള്ള അഭിപ്രായങ്ങളിൽ നെതന്യാഹു പറഞ്ഞു, സുരക്ഷാ ക്യാബിനറ്റിലും താൻ ഊന്നി പറഞ്ഞതുപോലെ എല്ലാ ഇടപാടുകളും തങ്ങൾ അംഗീകരിക്കില്ല. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഹമാസ് ഇസ്രായേൽ ബന്ദിമോചന ചർച്ച വിജയത്തിലേക്കോ? ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കുമോ? ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് ഇക്കാര്യം അറിയിച്ചത്. ചർച്ചയോട് ഹമാസിന്റെ പ്രാരംഭ പ്രതികരണം അനുകൂലമാണെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് അറിയിച്ചു. കരാർ നിർണായക ഘട്ടത്തിലാണെന്ന് അമേരിക്കയും പ്രതികരിച്ചു. 1 മാസം മുതൽ 1.5 മാസം വരെയുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നടന്നുവരുന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് പുതിയ നീക്കം. ഖത്തറിനു പുറമെ ഈജിപ്തും യുഎസും ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ചർച്ചയുടെ തീരുമാനം പുറത്തുവരുമെന്നാണ് സൂചന. അല്പം മുൻപ് ചേർന്ന ഇസ്രായേൽ മിനി ക്യാബിനറ്റിൽ ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വരേണ്ടതുണ്ട്. ഒരു ബന്ദിക്ക് 100 പലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്നാണ് കരാറിലെ നിർദ്ദേശമെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ 40 ബന്ദികളെ ആയിരിക്കും കൈമാറുക. ഇതിനു പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന 4000-ഓളം പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കേണ്ടി വരും. 131 ബന്ദികളാണ് നിലവിൽ ഹമാസിന്റെ പിടിയിലുള്ളത്. അതേസമയം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 27,019ആയി. ഗാസയിലെ കെട്ടിടങ്ങളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഗാസയിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും പൂർണ്ണമായും തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഗാസയിലുടനീളം മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സർവകലാശാലകളും കൃഷിയിടങ്ങളും ഇല്ലാതാവുകയും ചെയ്തു. അടുത്തിടെയായി ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ തകർന്നത് തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിലാണ്. 38,000-ലധികം കെട്ടിടങ്ങളാണ് ഇവിടെ തകർന്നത്. പ്രദേശത്തെ ഏറ്റവും വലിയ അൽഫറ ടവറും ഇക്കൂട്ടത്തിലുണ്ട്. വടക്കൻ ഗാസയിലെ ഇസ്രാ സർവകലാശാല ബോംബ് ആക്രമണത്തിൽ തകരുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ബോംബ് ആക്രമണത്തിന്റെ അനുമതിയെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്നാണ് ഇസ്രായേലിന്റെ ബാലിഷ്യമായ മറുപടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.